ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കെന്താ, ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ആഹാരം പിടിച്ചില്ലേ? ഒരാള് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ലോകത്തിലെ മികച്ച ഷെഫുകളിൽ ഒരാളായ ചെറിയാനെ കൊണ്ട് ഉണ്ടായിക്കൊണ്ട് വന്ന ഫുഡിന് നീ എന്ത് വിലയാടി കൊടുത്തത്? എന്നെ തൊട്ടാലുണ്ടല്ലോ കൈ ഞാൻ വിട്ടു. എന്റെ മടിയിലേക്ക് ഇരിക്കെ. വാ ഇരിക്കെ. കൈങ്ങതാ. ഞാൻ വന്നെനിക്കൊരു ഉമ്മ തരട്ടെ. കയ്യിൽ വിടാനല്ലേ പറഞ്ഞേ? പോ അങ്ങോട്ട്. ഇവൻ ഈ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇത് എവിടേക്കാ പോയെ? ഇത് ഞാൻ വർഷയ്ക്ക് വേണ്ടി 50 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു പോയി ഷെഫ് ചെറിയാനെ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. അസാധ്യ കോമ്പിനേഷനാ, ഷവായ് ചിക്കനും പൊറോട്ടയും. ആഹാ, എന്തൊരു മണം! ഏട്ടാ, എനിക്കിപ്പോ വിശപ്പില്ല. എന്താ വർഷേ, ഇതൊക്കെ ഞാൻ വർഷയ്ക്ക് വേണ്ടി എത്ര ദൂരം കാർ ഓടിച്ചു പോയി സംഘടിപ്പിച്ചാണെന്നറിയോ? എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു തരാം. ദേ, ഒരു പൊറോട്ട എടുത്ത് ചിക്കനും കൂട്ടി അതും കഴിക്കണം. ഞാൻ കാണിച്ചു തരാം. ഒരു പൊറോട്ട ഇങ്ങോട്ട് എടുത്ത് മുറിച്ച്, എന്നിട്ട് ദേ ഒരു പീസ് ഇങ്ങനെ എടുത്ത് സലാഡും കൂട്ടി ദേ ഇങ്ങനെ കഴിക്ക്. പക്ഷേ കഴിക്ക്. നിനക്കെന്താ, ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ആഹാരം പിടിച്ചില്ലേ? ഒരാള് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ലോകത്തിലെ മികച്ച ഷെഫുകളിൽ ഒരാളായ ചെറിയാനെ കൊണ്ട് ഉണ്ടായിക്കൊണ്ട് വന്ന ഫുഡിന് നീ എന്ത് വിലയാടി കൊടുത്തത്? ഏട്ടാ, അത് വോമിറ്റിംഗ്. ഉണ്ടാവുമല്ലോ. അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലല്ലേ നീ ഇത് കഴിക്കാൻ തുടങ്ങിയത്?
എന്തു പറ്റി മോളെ? എന്ത് പറ്റാനാ? ഞാൻ അവൾക്ക് ഇഷ്ടത്തോടെ പൊറോട്ട ചിക്കനും വാങ്ങിക്കൊടുത്തപ്പോ അവൾക്ക് ഓക്കാനം. ഹ, അവളുടെ വീട്ടിൽ അവൾക്ക് എന്ത് വെച്ചു കൊടുത്താലും അതവൾക്ക് അമൃതം. ഞാൻ ഇഷ്ടത്തോടെ വാങ്ങിക്കൊടുത്തപ്പോൾ അവൾക്ക് മനം പുരട്ടല്. അഹങ്കാരല്ലേ ഇത്? സാറേ, ഇത് ഈ സമയത്ത് ഉണ്ടാവുന്നതാ. ആദ്യത്തെ 1 മാസക്കാലത്തേക്ക് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. എന്തിന്റെ മണം അടിച്ചാലും മനം പുരട്ടി വരും. ചില വയറ്റുകണ്ണി പെണ്ണുങ്ങൾക്കേ ഈ ഓർക്കാനും ഛർദിലും ഒക്കെ 4-5 മാസം നീണ്ടു നിൽക്കും. ഇതൊന്നുമേ നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇത്രയൊക്കെ സഹിച്ച ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. സാറ് ഭാര്യയ്ക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ, പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞോട്ടെ. സോറി മോളെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നീ അത് ക്ഷമിച്ചേക്ക്. എനിക്കറിയാലോ സമരം എങ്ങനെ തീർക്കണമെന്ന്. ഒരൊറ്റ ആനുകൂല്യം കൂട്ടില്ല ഞാൻ. സമരത്തിൽ പങ്കെടുത്തവർക്ക് അടുത്ത വർഷം ശമ്പള വർധനവും ഇല്ല. സോറി. സോറി, ഇങ്ങോട്ട് വാടി. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാടി. ആഹാ, നീ അത്രയ്ക്കായോ? കൊള്ളാലോ. വേണ്ട. നാശം പിടിച്ച ജന്മത്തെയൊക്കെ ചവിട്ടി കൊല്ലണം. കണ്ടില്ലേ ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന ജ്യൂസ് തട്ടി എറിഞ്ഞത്? മാനത്തെ കൊട്ടാരം